ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യമ്പാട്ടിൽ ജ്വല്ലറി. നിലമ്പൂരിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സരോജിനിയുടെ കുടുംബത്തിന് ആശ്വാസധനവും മകന് സർക്കാർ ജോലിയും ഉടൻ നൽകണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ റസാഖ് പാലേരി പറഞ്ഞു. നിലമ്പൂരിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുത്തേടം പഞ്ചായത്തിലെ ഉച്ചക്കുളം ആദിവാസി നഗറിലെ സരോജിനിയുടെ വീട്ടിലെത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഭവം നടന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും IDTP ഉദ്യോഗസ്ഥർ സരോജിനിയുടെ വീട്ടിലെത്താത്തതും തുടർ നടപടികൾ സ്വീകരിക്കാത്തതിലും കടുത്ത അനാസ്ഥയാണെന്ന് റസാഖ് പാലേരി പറഞ്ഞു. പ്രദേശത്തെ പല കുടുംബങ്ങളും ദുരിതാവസ്ഥയിലാണ് കഴിയുന്നത്. എല്ലാ ആദിവാസി കുടുംബങ്ങൾക്കും കൃഷിക്കും കൂടി ഉപയോഗിക്കാവുന്ന വിധം 1 ഏക്കർ ഭൂമി നൽകാനും സൗകര്യപ്രദവും സുരക്ഷിതവുമായ വീടുകൾ നൽകാനും സർക്കാർ തയ്യാറാവണം. പ്രത്യേക ഫണ്ടും വിവിധ സർക്കാർ പദ്ധതികളും ഉണ്ടായിട്ടും ആദിവാസികളുടെ ജീവിതം പ്രതിസന്ധിയിലാവുന്നത് വലിയ വീഴ്ചയാണെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസം ആനയുടെ ചവിട്ടേറ്റ് മരണപ്പെട്ട സരോജിനി എന്നു പേരുള്ള സഹോദരിയുടെ വീട്ടിലാണുള്ളത്. അവരുടെ മക്കളും കുടുംബങ്ങളുമാണ് കൂടെയുള്ളത്. വളരെ പ്രയാസകരമായ അവസ്ഥയിലാണ് അവരുള്ളത്. ഇവിടെ വന്നപ്പോൾ മനസ്സിലായത്, ഇതിനു വേണ്ടി ഇവരുടെ അമ്മ നഷ്ടപ്പെട്ടു പോയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഈ കുടുംബത്തിന് പ്രത്യേകിച്ച് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നൊരു സഹായധനവും ആശ്വാസധനവും കിട്ടിയിട്ടില്ല. എത്രയും പെട്ടെന്ന് അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ സർക്കാർ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. വളരെ പ്രയാസകരമായ സ്വഭാവത്തിലാണ് ഈ കോളനി ഉള്ളത്. വന്യമൃഗങ്ങളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്ന യാതൊരു സൗകര്യവും ഇവിടെ ഇല്ല. 37ഓളം വീടുകൾ ഇവിടെയുണ്ട്. ആ ഒരു വീട്ടിൽ തന്നെ 1-ലധികം കുടുംബങ്ങളാണ് താമസിക്കുന്നത്. ഏറെ ദുരിതപൂർവമായ അവസ്ഥയിലാണ് ഇവരുള്ളത്. ഈ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കാളികളാകുകയാണ്. ഒപ്പം ഇവർക്ക് ഗവൺമെന്റ് നിശ്ചയിച്ച ആശ്വാസധനം എത്രയും പെട്ടെന്ന് നൽകണമെന്ന് ആവശ്യപ്പെടുകയാണ്. എന്നോടൊപ്പം അദ്ദേഹത്തിന്റെ മകനുണ്ട്. ഗവൺമെന്റിൽ ഒരുപാട് ജോലി, പ്രത്യേകിച്ചും വനമേഖലയിലും വനവകുപ്പിലുമൊക്കെ ആദിവാസികളായ സുഹൃത്തുക്കൾക്ക് വേണ്ടി നീക്കിവെച്ചിട്ടുണ്ട്. സരോജിനിയുടെ മകന് അത്തരമൊരു ജോലി പ്രത്യേകമായി നൽകണമെന്ന് ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ്. ഈ പ്രയാസം അനുഭവിക്കുന്ന കുടുംബങ്ങളോട് ചേർന്ന് നിൽക്കാൻ അങ്ങനെയാണ് നമുക്ക് സാധിക്കുക. സർക്കാർ ജോലി നൽകുന്നതോടൊപ്പം ഈ കുടുംബത്തിന് ഗവൺമെന്റിന്റെ ആശ്വാസധനവും എത്രയും പെട്ടെന്ന് നൽകണമെന്ന് ആവശ്യപ്പെടുകയാണ്. അതോടൊപ്പം ഈ കോളനിയിലെ 37ഓളം കുടുംബങ്ങളുമായി സംസാരിച്ചപ്പോൾ മനസ്സിലായത്, കാട്ടാനയുടെ ശല്യത്തിൽ നിന്ന് രക്ഷ നൽകാൻ കഴിയും വിധം ട്രഞ്ചിങ്ങുകളും മറ്റും കുഴിക്കുകയും ആവശ്യമായ മതിലുകളും മറ്റും നിർമ്മിക്കുകയും ചെയ്താൽ ഇവർക്ക് പ്രയാസമില്ലാതെ ഭയരഹിതമായി ജീവിക്കാൻ കഴിയും. ഒരുപാട് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കുട്ടികൾ ഈ കോളനിയിലുണ്ട്. അവർക്ക് പലർക്കും വലിയ പ്രയാസവും മറ്റു പല പഠനാവശ്യങ്ങൾക്ക് വരെ നേരിടുന്നുണ്ട്. പലർക്കും സൗകര്യപ്രദമായ വീടുകളില്ല. സ്ഥലത്തിന് ഇപ്പോഴും പട്ടയം ലഭിച്ചിട്ടില്ല. വലിയ പ്രയാസത്തിലാണ് ഈ കുടുംബങ്ങൾ ഉള്ളത്. സത്വരമായ നടപടികളും പരിഹാരത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളും ഗവൺമെന്റ് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. വിവിധ ഭാരവാഹികളായ കൃഷ്ണൻ കുനിയിൽ, മുനീബ് കാരക്കുന്ന്, ആരിഫ് ചുണ്ടയിൽ, സുഭദ്ര വണ്ടൂർ, ബിന്ദു പരമേശ്വരൻ, ഖാദർ അങ്ങാടിപ്പുറം, മജീദ് ചാലിയാർ, ദാമോദരൻ പനക്കൽ, സൈദാലി വലമ്പൂർ, ഹമീദ് മൂത്തേടം തുടങ്ങിയവരും സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. എന്റെ കയ്യിലാണ് വലിയ ബഡ്ജറ്റും ഇല്ല. നിനക്ക് എവിടെയെങ്കിലും പരിചയമുണ്ടോ? എനിക്ക് പരിചയമുണ്ട്. അയ്യോ സാർ, എനിക്ക് പരിചയമുണ്ടോ. ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ചെയ്തു തരുന്ന സ്ഥലം തെയ്യമ്പാട്ടിൽ ജ്വല്ലറി. ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യമ്പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല. ഹലോ, ആ കൺഫ്യൂഷൻ അങ്ങ് തീർന്നില്ലേ? പണി നടക്കട്ടെ. Jewelry that tells your story. തെയ്യമ്പാട്ടിൽ ജ്വല്ലറി.